Hello guys, welcome back to our channel Modern Motherhood. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് പെട്ടെന്നൊരു ബിരിയാണി ഉണ്ടാക്കിയ കഥയാണ്. രാവിലെ ഇപ്പോൾ ഇന്ന് എൻ്റെ കല്യാണ വാർഷികമാണ്, 9ാമത്തെ വർഷമാണ്. അപ്പോൾ ഞാൻ കരുതി ചെറുതായിട്ടൊന്ന് പെട്ടെന്നൊരു കുക്കർ ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുക്കർ ബിരിയാണി ഉണ്ടാക്കിയിട്ട് എന്താ സംഭവിച്ചതെന്നുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ പോയി വാച്ച് ചെയ്തിട്ട് വരിക. രാവിലെ 3:30ക്കാണ് ഞാൻ ഉണർന്നത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇന്ന് പള്ളിയിൽ പോകണം. ഞാൻ പറഞ്ഞല്ലോ കല്യാണ വാർഷികമാണ്. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഞാൻ നൈറ്റ് കിച്ചണൊന്നും ക്ലീൻ ചെയ്യാണ്ടാണ് കിടന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ പകുതി ബോധവും പോയി. പിന്നെ പെട്ടെന്ന് പോയി ഒന്ന് ഫ്രഷായി ഞാൻ വന്നു. അപ്പോൾ പുറത്ത് കണ്ടോ, ആ 3:30ക്ക് ഞാൻ ആ ഇരുട്ടിൻ്റെ ആ ഒരു ഹെഡ് വ്യൂ എടുത്തതാണ് കേട്ടോ. പിന്നെ വന്ന് ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്ത്, എൻ്റെ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ്. അപ്പോൾ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്ത് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു, ഇന്നലെ തന്നെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചിക്കൻ പുറത്തോട്ട് എടുത്ത് അതൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാനായിട്ട് അതൊന്ന് വേറൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് മഞ്ഞപ്പൊടിയും വിനാഗിരിയും ഒഴിച്ച് അത് ഞാൻ മാറ്റിയാണ് ആദ്യം വെക്കുന്നത്. കാരണം ചിക്കൻ്റെ ആ ഒരു സ്മെല്ല് പോകാനായിട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് അത് പറ്റത്തില്ല, സ്മെല്ല് പറ്റത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ മഞ്ഞപ്പൊടിയും വിനാഗിരിയും ഒഴിച്ച് കുറച്ച് നേരം വെച്ചേക്കുവാണ്. പിന്നെ അതിനുശേഷം ബിരിയാണി അരി ഒരു പാത്രത്തിലോട്ട് തട്ടിയിട്ട് കഴുകി നമ്മൾ ഊറാൻ വയ്ക്കത്തില്ലേ, ആ ഒരു ഇതിന് വേണ്ടി വെച്ചേക്കുവാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയിടാനെന്നും പറഞ്ഞിട്ട് വന്നു. അപ്പോഴാണ് പിന്നെ ഓർത്തത് ഇച്ചിരി കാപ്പി ഇട്ട് കുടിക്കണമല്ലോ, അപ്പോൾ കാപ്പി ഇട്ട് കുടിക്കാനെന്നും പറഞ്ഞിട്ട് ഓർത്തത്. പിന്നെ അതിനിടയിൽ തന്നെ ഞാൻ ആദ്യമേ ചിക്കൻ കഴുകുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇതുമൊക്കെ വിനാഗിരി ഒഴിച്ച് വെച്ചിരുന്ന ചിക്കൻ കഴുകി വയ്ക്കുന്നുണ്ട്. പിന്നെ അതിൽ അരപ്പും പുരട്ടി വയ്ക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കാപ്പി ഇടണം എന്ന്. അപ്പോൾ കാപ്പി അടുപ്പിൽ വെച്ചിട്ട് പെട്ടെന്നൊന്ന് ആ പാത്രം ഒന്ന് കഴുകിയെടുത്തു. കാരണം ഇന്നലെ ക്ലീൻ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ പാത്രം ഷടപടയെന്നും പറഞ്ഞ് കഴുകി. അപ്പോഴത്തേനും ആ കാപ്പിയും തിളച്ച് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ എനിക്ക് രാവിലെ എഴുന്നേറ്റ് കാപ്പി കുടിച്ചില്ലെങ്കിൽ തീരെ പറ്റത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ അങ്ങ് കാപ്പിയിട്ട് കുടിച്ചു. പിന്നെ കിച്ചണൊക്കെ അതാ ക്ലീൻ ചെയ്തിട്ടേക്കുന്നു. അരിയും ചിക്കനും മാത്രമേ അവിടെ ഉള്ളൂ. പിന്നെ ബിരിയാണി വെക്കേണ്ട കുക്കറും ഇരിപ്പുണ്ട്. അപ്പോൾ കുക്കറിനകത്ത് എണ്ണ ഒഴിച്ച് ചിക്കൻ പൊരിക്കാൻ ഇട്ടേക്കുവാണ്. ചിക്കൻ അങ്ങനെ തന്നെ വെക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് പൊരിച്ച് ഞാൻ എന്തെങ്കിലും ചെയ്യത്തുള്ളൂ. പക്ഷെ അടവടയെന്നുള്ളതായിരുന്നാലും അത് പൊരിച്ച് ഞാൻ ചെയ്യുന്നു. പിന്നെ ഉള്ളിയൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് പിന്നെ കിച്ചൻ്റെ സ്ലാബിൽ വെച്ച് തന്നെ ഞാൻ കട്ട് ചെയ്യുവാണ് കേട്ടോ. എനിക്ക് അവിടെ വെച്ച് കട്ട് ചെയ്യുന്നതാണ് വശം, അല്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല, അതുകൊണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞെല്ലാം കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം കുക്കറിൽ ചിക്കൻ പൊരിച്ചെന്ന് പറഞ്ഞില്ലേ, ആ കുക്കറിനൊരു പണി കിട്ടി. അതുകൊണ്ട് ഞാൻ വേറൊരു കുക്കറും കൂടി എടുത്ത് അതിനകത്താണ് മൊത്തം വെക്കാമെന്ന് കരുതിയത്. പിന്നെ അതിനകത്ത് നെയ്യും എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിട്ട് പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് മൂപ്പിക്കാനായിട്ട് വെച്ചേക്കുവാണ്. പിന്നെ അതിനുശേഷം ഗ്രാമ്പൂ, പട്ട, ഏലക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിനകത്തിട്ട് പിന്നെയും വഴറ്റുക. പിന്നെ അവിടെ ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ പൊരിച്ച് കഴിഞ്ഞു കേട്ടോ. പൊരിച്ച് കഴിഞ്ഞാൽ എണ്ണയിൽ നിന്നില്ലേ, കുറച്ച് എണ്ണ എടുത്ത് മറ്റേതിനകത്തോട്ട് ഒഴിക്കുവാണ്. കാരണം മറ്റേ ചട്ടിയുടെ പരുവ് ഞാൻ കാണിച്ചു തന്നല്ലോ, ഒരു പരുവായിട്ടായിരിക്കുന്ന ആ ചട്ടി. അതുകൊണ്ട് പിന്നെ ചട്ടി എന്ന് പറയുന്നത് കുക്കർ. അപ്പോൾ ആ കുക്കർ അതൊരു പരുവായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വേറെ കുക്കറിലോട്ട് ആക്കിയത്. അതിലോട്ടിട്ട് ഞാൻ ആക്കിക്കഴിഞ്ഞാൽ കയ്പ്പായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് മസാലയൊക്കെ പുരട്ടി ചിക്കനൊക്കെ ഇട്ട് പിന്നെ അതിനകത്ത് അരിയും കൂടി കഴുകിയത് നേരത്തെ ഊറാൻ വെച്ചില്ലേ, ആ അരിയും കൂടെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ഇച്ചിരി നെയ്യൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം കുക്കറിൽ അടച്ച് ഞാൻ പോയതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത്, അയ്യോ അതിനകത്ത് എസൻസ് ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പിന്നെയും കുക്കർ ഓപ്പൺ ചെയ്ത് അതിനകത്ത് എസൻസ് ഒഴിച്ചിട്ട് എല്ലാം റെഡിയാക്കാൻ വെച്ചേക്കുവാണ്. പിന്നെ അതിനുശേഷം വന്ന് പാത്രമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണ്. അപ്പോഴത്തേനും കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം എനിക്കൊന്ന് മേല് കുളിക്കാനായിട്ട് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. രാവിലെ ഭയങ്കര തണുപ്പായിരിക്കും. പിന്നെ അതിനുശേഷം ബ്രഷും ചെയ്ത് ആ വെള്ളം എടുത്ത് ബാത്റൂമിൽ പോയി പിന്നെ മേലൊന്ന് കഴുകിയിട്ട് വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ കിച്ചണിലോട്ട് വന്നിട്ട് കുക്കർ ഓപ്പൺ ചെയ്യുന്നത്.
കുക്കർ ഓപ്പൺ ചെയ്തപ്പോഴുള്ള ബിരിയാണി ഇങ്ങനെയായിരുന്നു. കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഇച്ചിരി വെള്ളം കൂടിപ്പോയതിൻ്റെ ആ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതൊന്ന് വേറെ ഒരു പാത്രത്തിലോട്ടാക്കി വെച്ച് മൂടി വെച്ചിട്ട് പോയി. പിന്നെ റെഡിയായി പള്ളിയിലോട്ട് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുമ്പോഴത്തേനുമാണ് പിന്നെ നോക്കിയപ്പോൾ ഒരു വിളി വരുന്നു പുറത്തുനിന്ന്. പിള്ളേർ എഴുന്നേറ്റ്. പിന്നെ അവരെ വിട്ട് തന്നെ ഞാൻ വീഡിയോ എടുത്തു. ഞാൻ ഈ ഒരു കോസ്റ്റ്യൂമാണ് ഇട്ടുകൊണ്ട് പോയത്. പിന്നെ അവർക്ക് 3 പേർക്കും ഇച്ചിരി കാപ്പി ഒഴിച്ച് കൊടുത്തിട്ടൊക്കെയാണ് കേട്ടോ ഞാനിവിടെ നിന്ന് പോകുന്നത്. അവർക്ക് കുടിക്കാൻ കൊടുത്തിട്ട് ബിരിയാണിയൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് വെച്ചേക്കുവാണ്. അതെല്ലാം വെച്ച് വെച്ചിട്ട് അമ്മ വന്നിട്ട് കഴിക്കാൻ തരാമെന്ന് പറഞ്ഞിട്ട് പോയി. അതാ ബ്രഷൊക്കെ ചെയ്ത് നിൽക്കാനാണ് പറഞ്ഞിട്ട് പോയത്. അങ്ങനെ വണ്ടിയും എടുത്ത് ഞാൻ പള്ളിയിലോട്ട് പോകുവാണ്. പിന്നെ പള്ളിയിൽ പോയിക്കൊണ്ട് വന്നപ്പോഴത്തേനും പിള്ളേരവിടെ ഫോണും കണ്ട്, ഞാൻ ഫോൺ കൊടുത്തിട്ടാണ് പോയത്, ഫോണും കണ്ട് കിടക്കുമായിരുന്നു. പിന്നെ വന്നിട്ട് കഴിക്കുന്ന ആ ഒരു വീഡിയോ ആണ്. ഞാൻ കഴിക്കുന്നത് എടുത്തിട്ടില്ല, പിള്ളേർ കഴിക്കുന്നതാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഇളയ ആളിന് ഇങ്ങനെ അങ്ങ് വാരി കൊടുക്കുവാണ്. അവൻ കഴിച്ചിട്ട് സൂപ്പർ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഗായ്സ്, ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ബിരിയാണിയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി ഇന്നത്തെ ബാക്കി ഉള്ള വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടെ മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.